ദിവസം കഴിയും തോറും പാകിസ്ഥാന്റെ ഭീകരതയുടെ മുഖം ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ അവർ തന്നെ തുറന്നു കാട്ടപ്പെടുകയാണ്. സൈന്യവും ഭീകരരും തമ്മിലുള്ള അടുപ്പം വ്യക്തമാക്കുന്ന പോസ്റ്ററാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാകുന്നത്. ആണവ പരീക്ഷണത്തിന്റെ വാർഷിക ആഘോഷത്തിൽ ലഷ്കർ കമാൻഡർമാരും ആർമി ജനറൽമാരും ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരൊറ്റ ഫോട്ടോ വീണ്ടും പാകിസ്ഥാന്റെ യഥാർത്ഥ സ്വരൂപം തുറന്നു കാണിക്കുന്നത് എന്നത് തന്നെയാണ്. കറാച്ചിയിൽ നിന്നാണ് വൈറൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡർമാരും പാക് ആർമി ജനറൽമാരും ഈ തക്ബീർ ആഘോഷങ്ങൾക്കായി ഒത്തുചേർന്നു. പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തിയ ദിനമാണ് ഈ തക്ബീർ എന്ന പേരിൽ ആഘോഷിക്കുന്നത്. കറാച്ചിയിലെ ബസ് സ്റ്റോപ്പുകളിലും പൊതു ഇടങ്ങളിലുമെല്ലാം ആഘോഷത്തിന്റെ ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. 1998 മെയ് 28 ബലൂചിസ്ഥാനിലെ ചാഗായിൽ പാകിസ്ഥാൻ നടത്തിയ ആണവ പരീക്ഷണങ്ങളുടെ വാർഷികമായിട്ടാണ് ഈ തക്ബീർ ആഘോഷിക്കുന്നതും. ആഘോഷത്തിന്റെ പോസ്റ്റർ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാനെ FATFന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിനു മുൻപും പാകിസ്ഥാന്റെ ഭീകരത പുറത്തു വന്നതിന് ശേഷം FATFൽ അല്ലെങ്കിൽ ആ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യവുമായി ഇന്ത്യ മുന്നിട്ട് ഇറങ്ങിയിരുന്നു. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടിയാണ് ഇന്ത്യ സ്വീകരിക്കാൻ ഒരുങ്ങിയതും. അന്താരാഷ്ട്ര സാമ്പത്തിക കുറ്റകൃത്യ നിരീക്ഷണ ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനോട് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ തിരികെ ഉൾപ്പെടുത്താൻ ഇന്ത്യ ആവശ്യപ്പെടുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരം. ഇപ്പോൾ കുറച്ചും കൂടി അതിനെ ഊട്ടിയുറപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. 2022 പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് FATF ഒഴിവാക്കിയത്. ഇതോടുകൂടി തന്നെ പാകിസ്ഥാന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ പോലും വിവിധ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നതിനും രാജ്യത്തിന് നില മെച്ചപ്പെടുത്തുന്നതിനും വഴി തുറന്നിരുന്നു. വീണ്ടും ഗ്രേ ലിസ്റ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നുവെന്ന പക്ഷം വിദേശ നിക്ഷേപത്തിനും രാജ്യാന്തര ഇടപാടുകൾക്കും കടുത്ത തിരിച്ചടിയാകുമെന്നും ഇത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തേക്കാം എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിലും കള്ളപ്പണം വെളുപ്പിക്കുന്നതിലും അതിലുൾപ്പെടെ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും കുറിച്ചുള്ള തെളിവുകളും ആശങ്കകളും കൂടി അടങ്ങിയ ഒരു സമഗ്രമായ രേഖയാണ് FATFന് സമർപ്പിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നതായി ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നതും. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഭീകരവാദ ബന്ധം സംബന്ധിച്ച് ഇന്ത്യയുടെ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ തന്നെ സമഗ്രമായ റിപ്പോർട്ടായിരിക്കും FATFന് നൽകുക. അന്താരാഷ്ട്ര മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി തന്നെ കർശനമായ പരിശോധനയും നടപടികളും ഇന്ത്യ ആവശ്യപ്പെടും. ജൂണിൽ നടക്കാനിരിക്കുന്ന FATFുമായുള്ള യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധികൾ ഈ വിഷയം ഉന്നയിച്ചേക്കാമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ ഫണ്ടിന്റെ ഉറവിടം അത് തടയാനുള്ള ശ്രമങ്ങളിലേക്കാണ് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനുള്ള IMFന്റെ രക്ഷാ പാക്കേജിനെ എതിർത്തതിന് പിന്നാലെ തന്നെ പാകിസ്ഥാന് ലഭിക്കാനിടയുള്ള വരാനിരിക്കുന്ന ലോകബാങ്ക് വായ്പകളും അതുപോലെ തന്നെ എതിർക്കാനാണ് ഇന്ത്യൻ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ലോകരാജ്യങ്ങൾക്ക് സുസ്ഥിര വളർച്ചയും സമൃദ്ധിയും കൈവരിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് അന്താരാഷ്ട്ര നാണയനിധി എന്ന് പറയുന്നത്. അതിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളാണ് പരിഗണിക്കുന്നതും. അതുപോലെ തന്നെ 191 അംഗരാജ്യങ്ങളാണ് നിലവിൽ ഉള്ളതും. ഉൽപാദനക്ഷമത, തൊഴിലവസര സൃഷ്ടി, സാമ്പത്തിക ക്ഷേമം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് അത്യാവശ്യമായ സാമ്പത്തിക സ്ഥിരതയും പണസഹകരണവും പ്രോത്സാഹിപ്പിക്കുന്ന സാമ്പത്തിക നയങ്ങളെ ഇത് പിന്തുണയ്ക്കുന്നുണ്ട്. അതിൻ്റെ അംഗരാജ്യങ്ങളാണ് നിയന്ത്രിക്കുന്നതും. അവയോട് മാത്രമാണ് ഉത്തരവാദിത്തമുള്ളതും. അന്താരാഷ്ട്ര പണ സഹകരണം വർദ്ധിപ്പിക്കുക, വ്യാപാര സാമ്പത്തിക വളർച്ചയുടെ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുക, സമൃദ്ധിയെ ദോഷകരമായി ബാധിക്കുന്ന നയങ്ങളെ നിരുത്സാഹപ്പെടുത്തുക എന്നിങ്ങനെ 3 നിർണായക ദൗത്യങ്ങളാണ് IMFനുള്ളത്. ഈ ദൗത്യങ്ങൾ നിറവേറ്റുന്നതിന് IMF അംഗരാജ്യങ്ങൾ പരസ്പരം സഹായിച്ചും അതുപോലെ മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായും സഹകരിച്ചും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനെതിരെ ഇരട്ട സാമ്പത്തിക പ്രഹരത്തിനാണ് ഇന്ത്യ നീക്കം നടത്തുന്നത്. പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ഇതിൽ പ്രധാനമായും എടുത്തു കാണിക്കുന്നത്. ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന സംഘടന കൂടിയാണ് FATF എന്ന് പറയുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.